ധനം. അതുവരെയുള്ള ലീലകൾ ഗോപ്യമാണെങ്കിൽ ഇനിയുള്ള ലീലകൾ പരസ്യമാക്കപ്പെടുകയാണ്. ഒരു ദിവസം കുട്ടികളെയും കൂട്ടി ഈ ഗോക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് യമുനാ നദിയുടെ ഉൾഭാഗത്തേക്ക് വന്നു. കുറേ ദൂരം നടന്നപ്പോൾ ദാഹം വന്നു. ഇവരെല്ലാവരും പോയി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചവരൊക്കെ മരിച്ചു വീഴാൻ തുടങ്ങി. എന്താ കാരണം? അവിടെ കാളിയൻ എന്നൊരു സർപ്പം വസിക്കുന്നുണ്ട്. അവന്റെ വിഷം കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ മരിച്ചു വീഴുന്നത്. അപ്പോൾ ഭഗവാന് തൻ്റെ കൂടെയുള്ളവരെ പുനർജീവിപ്പിച്ചു. ഭഗവാന്റെ നോട്ടം തന്നെ അമൃതതുല്യമാണ്. അവരെല്ലാവരും ആ വിഷത്തിൽ നിന്ന് മുക്തരായി. പക്ഷെ ഇവരെ മുക്തരാക്കിയ മാത്രം മതിയോ? പോരാ. എന്താ കാരണം? ഈ നദിയിലെ ജലം ഒഴുകി ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലേ? ഇത് മുന്നോട്ട് പോകുന്ന സ്ഥലത്തേക്ക് വസിക്കുന്നവരിലേക്ക് ഈ വിഷം ചെന്ന് പടരും. അതൊരു കാര്യം. രണ്ടാമത്, ആ പ്രദേശത്ത് മത്സ്യങ്ങളോ മറ്റുള്ളതൊന്നും ഇല്ല. എല്ലാം ഈ വിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. അടുത്തുള്ള മരങ്ങൾ പോലും ഉണങ്ങി തുടങ്ങി. അത്ര ഘോരമായ വിഷമുണ്ട്. പിന്നെയോ, തന്നെ മാത്രം ആഗ്രഹിച്ച് ഭൂമിയിലേക്കെത്തി തൻ്റെ ലീല കാണാൻ വേണ്ടി ഒരു തപസ്വിനിയെ പോലെ ഒഴുകുന്ന യമുനാ നദി, ആ യമുനാ നദിയെ വിഷം കൊണ്ട് കലർത്താൻ ഭഗവാൻ ആഗ്രഹിച്ചില്ല. തന്നെ ആശ്രയിച്ചിട്ടാണ് യമുന ഭൂമിയിലെത്തിയത്. യമുനയെ ശുദ്ധീകരിക്കുക, ആ ഭാവം കൂടി ഭഗവാൻ ഏറ്റെടുത്തു. അതിനെന്ത് വേണം? കാളിയനെ ഇവിടെ നിന്ന് മാറ്റണം അല്ലേ? അതിനുവേണ്ടി ഭഗവാൻ നേരെ അവിടെ ഉണ്ടായിരുന്നൊരു കദംബ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നടന്ന് യമുനയുടെ മധ്യഭാഗത്തിന് ലക്ഷ്യമാക്കി അവിടേക്ക് ഒരു ചാട്ടം ചാടി. എന്താ കാരണം? കാളിയൻ്റെ അടിത്തട്ടിലാണ്. ആ അടിത്തട്ട് വരെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വന്ന് ഉയർന്ന് ചാടണം അല്ലേ? അതിനുവേണ്ടി ചാടി നേരെ അടിയിലേക്ക് എത്തി. കാളിയനാകട്ടെ തൻ്റെ 2 പത്നിമാരോടൊപ്പം വളരെ സുഖമായി, ആരുടെ ശല്യമില്ല. കാളിയൻ്റെ വിഷം കൊണ്ട് ആരും അവിടെ വരാറില്ല. അപ്പൊ കാളിയൻ വളരെ സുഖമായി അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്തോ വന്ന് പതിക്കുന്ന ശബ്ദം കേട്ടു. കാളിയൻ ചാടി എഴുന്നേൽക്കുമ്പോൾ കാളിയന്റെ ചുറ്റും ഒരു കുഞ്ഞു കിടന്ന് നീന്തി തുടിക്കുന്നു. കാളിയൻ ഇവനെ പിടിക്കാൻ വേണ്ടി ചുറ്റി മേപ്പോട്ട് പോയി. ഭഗവാനാകട്ടെ ഇവനെ മേളിൽ കയറ്റാൻ വേണ്ടി ചുറ്റാൻ തുടങ്ങി. അങ്ങനെ കാളിയനെ വട്ടം ചുറ്റിച്ച് ഭഗവാൻ എവിടെ എത്തിച്ചു? ഭഗവാൻ അങ്ങനെ കാളിയനെ മേളിലെത്തിച്ചു. കാളിയൻ മേളിലെത്തിയതോടുകൂടി കാളിയൻ ഭഗവാനെ തന്റെ ഉടല് കൊണ്ട് വരിഞ്ഞങ്ങ് മുറുക്കി. ഈ പാമ്പ് പിടിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ ഭഗവാനെ വരിഞ്ഞു മുറുക്കി. ഇതിനോടകം തന്നെ ഭഗവാൻ ഈ യമുനയിലേക്ക് ചാടിയതറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഗോപകുമാരന്മാര് നേരെ വൃന്ദാവനത്തിലേക്ക് ഓടി. കൃഷ്ണൻ കാണും തീ ചാടി, അവിടെ ഒരു വലിയ സർപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. സാധാരണഗതിയിൽ ഇവരൊക്കെ മുമ്പ് ഓടാത്തത് എന്താണെന്നൊരു ചോദ്യം വരാം. അകാസുരനെ കൊന്നപ്പെടുന്നു, ബകാസുരനെ കൊന്നപ്പെടുന്നു. ഇവർ ഓടാതിരുന്നത് അന്നൊക്കെ ബലരാമൻ കൂടെ ഉണ്ടായിരുന്നു. ബലരാമൻ അപ്പോൾ പറയും, പേടിക്കണ്ട, അത് കൃഷ്ണൻ നോക്കിക്കോളും എന്ന് കൃത്യമായിട്ട് ബലരാമൻ പറയും. ഇന്നേ ദിവസം ബലരാമൻ കൂടെയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഓടി വീട്ടിലെത്തി. അവിടെ നിന്ന് ബലരാമനും നന്ദഗോപനും മറ്റു ഗോപന്മാരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് കൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി എവിടേക്ക് ഓടി? ഈ കാളന്തി തീരത്തേക്ക്, യമുനാ തീരത്തേക്ക് വന്നു. അവിടെ സ്ത്രീകളടക്കം എല്ലാവരും വന്നു. യശോദയും ഗോപികമാരും അങ്ങനെ എല്ലാവരും വന്നു. ഈ കൂട്ടത്തിൽ ഈ കംസൻ അയച്ച ചാരന്മാരുമുണ്ട്. മനസ്സിലായില്ലേ? ഈ പൂതനയും ക്ഷണകാസുരനെയൊക്കെ ആരാ കൊന്നത് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ ഈ എല്ലാ സ്ഥലത്തേക്കും ചാരന്മാരെ വിട്ടിട്ടുണ്ട്. അവരും കുറേ പേര് വൃന്ദാവനത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. അവരും ഇവിടേക്ക് വന്നു ചേർന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് മനസ്സിലായി, ഇനി നമ്മൾ സാധാരണഗതിയിൽ പറയില്ലേ, നാടകം തുടങ്ങാൻ പോകണം, എല്ലാവരും വരണം. എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്ക് നാടകം ആരംഭിക്കും. ഇതുപോലെ കാഴ്ചക്കാരെല്ലാം വന്നു കഴിഞ്ഞു. എല്ലാവരും എത്തിയെന്ന് ബോധ്യം വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരം ഒന്ന് വലുതാക്കുന്നത് പോലെ ഒന്ന് പ്രവർത്തിച്ചു. കാളിയന് തൻ്റെ അസ്ഥി നുറുങ്ങുന്നത് പോലെ തോന്നി. കാളിയൻ്റെ പിടിയൊന്ന് അയഞ്ഞു. ആ കാളിയൻ്റെ പിടി അയഞ്ഞ വട്ടത്തിൻ്റെ ചുറ്റഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ ഈ വാലിനകത്തുകൂടി റൗണ്ട് കോവണിയിൽ ഓടി കയറുന്നതൊക്കെ കയറി കാളിയൻ്റെ ശിരസിന് മുകളിലെത്തി. കാളിയൻ്റെ ശിരസിന് മുകളിലെത്തിയതിന് ശേഷം അപ്പോഴത്തേക്കും ഈ നന്ദഗോപരൊക്കെ വെള്ളത്തിലേക്ക് ചാടാൻ ഇറങ്ങിയപ്പോൾ ബലരാമൻ തടഞ്ഞു. വേണ്ട. എന്താ കാരണം? ബലരാമനാര അനന്തനാണ് അല്ലേ? ഇവിടെ കിടക്കുന്ന ചുറ്റി പിടിച്ചവനാരാ? പാമ്പ് തന്നെയാണ്, സർപ്പമാണ്, കാളിയനാണ്. അപ്പൊ ബലരാമന് കൃത്യമായിട്ട് അറിയാം, അനന്തനറിയാം കാളിയൻ എത്രത്തോളം ശക്തി ഉണ്ടെന്നും ഭഗവാന്റെ കരുത്തെന്താണെന്നും ആർക്കറിയാം? ബലരാമൻ അറിയാം. അതുകൊണ്ടാണ് ബലരാമൻ തടയുകയും ചെയ്തു. അപ്പൊ ഈ നിലയിലേക്ക് എത്തി. ആ പത്തിക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് ഭഗവാൻ തന്റെ ഓരോ പാദങ്ങൾ കൊണ്ടും കാളിയന്റെ ഭണത്തിൽ പ്രകരിക്കാൻ തുടങ്ങി.
കാളിയന് ഓരോ ചവിട്ട് കൊള്ളുമ്പോഴും കാളിയൻ്റെ പത്തി താഴും അല്ലേ? അപ്പോൾ ഭഗവാൻ ആ കാലെടുത്ത് അടുത്ത പത്തിയിലേക്ക് ചവിട്ടും. ഈ ചവിട്ടിങ്ങനെ വന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നൃത്തത്തിൻ്റെ ചൂടായി മാറി. ഭഗവാൻ നൃത്തം കളിച്ചതൊന്നുമല്ല, അറിയാതെ നൃത്തമായിട്ടങ്ങ് മാറുക. ലോകൈകനാഥനായ ഭഗവാന്റെ പാദചലനങ്ങൾ അവിടെ ഒരു നൃത്തത്തെ പോലെ മറ്റുള്ളവർക്ക് തോന്നി. മറ്റുള്ളവർ നൃത്തം കളിക്കുന്ന കണ്ട് സന്തോഷിച്ചപ്പോൾ ഭഗവാൻ തോന്നി ഓടക്കുല്ലൂടെ ഉണ്ടല്ലോ, എന്തായാലും ഒരു സംഗീതം കൂടി ഇരിക്കട്ടെ. ഓടക്കുല്ലെടുത്ത് ഊതാൻ തുടങ്ങി. ആ സമയത്ത് യമുനാ നദിക്ക് തോന്നി വെറുതെ ഇരിക്കുന്നത് മോശമല്ലേ. യമുനാ നദിയിൽ ഈ കാളിയൻ തൻ്റെ വാലിട്ട് അടിക്കുന്നുണ്ട്. കാരണം ഈ ചവിട്ട് കിട്ടുന്ന ആ പേടിയുണ്ട്, വെപ്രാളം കൊണ്ട്. ഈ വാലടിക്കുന്ന സമയത്ത് യമുനയിലെ ജലം തിരമാല പോലെ പൊങ്ങാൻ തുടങ്ങി. യമുനാ നദി അതിൽ നിന്ന് കുറേ ജലത്തുള്ളികൾ എന്ത് ചെയ്തു? ഈ പുഷ്പം വാരി എറിയുന്നത് പോലെ ഭഗവാന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വിതറി വിതറി തെറിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുഷ്പവൃഷ്ടി പോലെ ജലവൃഷ്ടി യമുനാ നദി നടത്തി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിന് തോന്നി ഇത്രയും നല്ലൊരു കാഴ്ച, മനോഹരമാർന്നൊരു കാഴ്ച, ഇത് കണ്ട് വെറുതെ ഇരിക്കണം. യമുനയിലെ ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൽ പറയുമ്പോൾ അതിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആകാശത്ത് ചെയ്തു ഒരു മഴവിലും കൂടെ തീർത്തു കൊടുത്തു. മനോഹരമാർന്ന കാഴ്ചയായി മാറി. ആ ഭഗവാൻ കാളിയൻ്റെ മുകളിൽ നടനമാടുമ്പോൾ അങ്ങനെ പുറകിലൊരു മഴവിൽ ചാരുതയും ജലത്തുള്ളികൾ തെറിച്ച് യമുനാ നദിയിലെ ജലങ്ങൾ തിരമാല പോലെ ആർത്തുല്ലസിച്ച് നൃത്തമാടുന്ന കന്യകമാരെ പോലെ ആർത്തുല്ലസിച്ച് നൃത്തമാടുന്ന യമുനാ നദിയും ആ ഭഗവാന്റെ ഓടക്കുഴൽനാദവും ആ കാളിയൻ്റെ ആ സർവനാശവും ഒക്കെ കണ്ട് ആ ഗോപന്മാർക്കും എല്ലാവർക്കും ആനന്ദം, യമുനയ്ക്കും ആനന്ദമായി. അവസാനം കാളിയൻ്റെ കണ്ണൊക്കെ കലങ്ങി, വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. കാളിയൻ്റെ ഗർവം ശമിച്ചു. അപ്പോഴേക്ക് കാളിയൻ്റെ പത്നിമാർ രണ്ടുപേരും മുകളിലേക്ക് ഉയർന്നു. അവർ രണ്ടുപേരും ഈ വശങ്ങളിൽ വന്ന് കൈ കൊട്ടിക്കൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളുടെ പതിയെ വധിക്കരുതേ, വെറുതെ വേണം. കാളിയന് വാദമൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും കാളിയൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ആശ്രയം പ്രാപിച്ചാൽ പിന്നെന്ത് ചെയ്യരുത്? ശിക്ഷിക്കാൻ പാടില്ല. ഭഗവാൻ അവരെ മോചിപ്പിച്ചു. ഭഗവാൻ കാളിയനോട് പറഞ്ഞു, കാളിയ നീ ഇവിടെ വസിക്കരുത്, നീ എവിടെ പോകണം? രമണക ദീപം എന്ന ദ്വീപിലേക്ക് പോകണം. സർപ്പങ്ങൾ മാത്രം വസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ആ സമയത്ത് കാളിയൻ പറഞ്ഞു, ഭഗവാനെ, ആ സമയത്ത് കാളിയനും പത്നിമാരും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. കാളിയ സ്തുതി ഉണ്ട് അവിടെ. അപ്പോൾ ഭഗവാനെ സ്തുതിച്ചിട്ടൊക്കെ പറഞ്ഞു, ഭഗവാനെ അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം, ഞാൻ രമണക ദ്വീപിൽ താമസിച്ചിരുന്ന ആളാണ്. ഇവിടേക്ക് വരാനുള്ള കാരണം ഗരുഡനാണ്. കാരണം ഗരുഡൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. ഗരുഡൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൽ രമണക ദ്വീപാണ്, മനസ്സിലായില്ലേ? ഗരുഡൻ ഈ സർപ്പത്തെ കൊത്തി വീഴുന്ന ശീലമാണ്. ചെല്ലുന്ന സമയത്ത് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സർപ്പങ്ങളെ എന്ത് ചെയ്യും? ആ ഗരുഡൻ കൊല്ലാറുണ്ട്, തിന്നാറില്ല, കൊല്ലും. കൊന്നിട്ട് 1-2 തിന്നിട്ടങ്ങ് തിരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ സർപ്പങ്ങളെല്ലാം കൂടി ഒരു യോഗം കൂടി, പ്രതിരോധ യോഗം. ഇവരെല്ലാം കൂടെ ചർച്ച നടത്തി. എന്നിട്ട് ഇവരും ഗരുഡനോടൊരു ദൂത് പറഞ്ഞു, ഗരുഡ ഇനി ഇങ്ങോട്ട് വരല്ല, ഓരോ ദിവസം ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വന്നാൽ ഒരു ദിവസം ഇവിടെ 10-100 കൊണ്ടോ തീരും. അതിനേക്കാളും നല്ലത് ഓരോരുത്തർ അങ്ങോട്ട് വന്നാൽ കുറേ കാലം കൂടി ഞങ്ങളുടെ വംശം നശിക്കാതിരിക്കും. ഗരുഡൻ പറഞ്ഞു, യെസ്, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ. ഗരുഡൻ കരാറായിട്ട് ഓരോ ദിവസവും ഓരോരുത്തരുടെ ഡേറ്റ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം കാളിയനും അറിയാം എൻ്റെ ഡേറ്റ് വരും അല്ലേ? കാളിയൻ ആ സമയത്ത് ഗരുഡൻ്റെ ഭക്ഷണമാവാൻ കാളിയൻ അത്ര ഇഷ്ടമല്ല. കാളിയൻ പൊതുവിച്ചിട്ട് ഗർവമുള്ള ആളാണ്. അപ്പം കാളിയൻ രക്ഷപ്പെടാൻ വേണ്ടി വഴി എന്താണെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് കാളിയൻ അറിഞ്ഞത് യമുനയുടെ ഒരു ഭാഗത്ത് ഗരുഡന് വരാൻ പറ്റില്ല. കാരണം ഗരുഡന് ആ സ്ഥലത്ത് വരാൻ പറ്റില്ല എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട്. സൗരഭി എന്ന് പറയുന്ന ഒരു മഹർഷി യമുനാ നദിയുടെ തീരത്ത് തപസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമം നിൽക്കുന്ന സ്ഥലത്ത് പോയി ഗരുഡൻ പണ്ട് ഈ മത്സ്യത്തെ പിടിച്ച്, ഈ യമുനാ നദിയിൽ നിന്ന് മീനെ പിടിച്ചിട്ട് ഈ ആശ്രമത്തിലെ സ്ഥലത്തിരുന്ന് കൊത്തി തിന്നുമായിരുന്നു. ഈ മഹർഷി പലതവണ പറഞ്ഞു, ഗരുഡ ഇതൊരു ആശ്രമ പരിസരമാണ്, ഇവിടെ ഇരുന്ന് കൊത്തി തിന്നല്ലേ എന്ന് പറഞ്ഞു. ഗരുഡൻ പറഞ്ഞു, നിങ്ങൾ ആശ്രമത്തിൽ സന്യാസം അത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഭക്ഷണം തിന്നുന്നു, അതിനെന്താ അത്ര പ്രശ്നം? അവസാനം മഹർഷിക്ക് ദേഷ്യം വന്നു. മഹർഷി പറഞ്ഞു, നിനക്കിവിടെ പ്രവേശിക്കാൻ സാധിക്കാതെ പോട്ടെ. ആ പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് ആരും മനസ്സിലാക്കിയിരുന്നു? കാളിയൻ മനസ്സിലാക്കി. കാളിയൻ്റെ ദിവസം വരുമ്പോൾ തലേ ദിവസം കാളിയൻ ഭാര്യമാരെ കൊണ്ട് അവിടെ നിന്ന് വിളിച്ചോളി, മനസ്സിലായില്ലേ? നേരെ വന്ന് ഈ സ്ഥലത്ത് വസിക്കാൻ തുടങ്ങി. അതാണ് കാളിയൻ ഇവിടെ എത്തി. അപ്പോൾ കാളിയൻ പൊതുവിലൊരു അഹങ്കാരിയാണ്. ഇവിടെ ഗരുഡനെ കൂടി പറ്റിച്ചു അല്ലേ? ഗരുഡനും ഇനി എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സർവത്ര അഹങ്കാരിയായി ആര് മാറി? കാളിയൻ മാറി. ആ അഹങ്കാരമാണ് കാളിയൻ്റെ വിഷം.
അല്ല സാധാരണ ഒരു പാമ്പിന്റെ വിഷം അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വിഷം അഹങ്കാരമാണ്. അല്ലാതെ പാമ്പിന്റെ വിഷത്തെ കുറിച്ച് പഠിക്കാനല്ല ഭാഗവതം. പാമ്പിന് വിഷമുണ്ടോ ഉണ്ടാവാതിരിക്കുകയോ അത് പാമ്പിന്റെ വലിയ വിട്ടല്ലേ. നമ്മളെന്തിനാ ഈ പാവപ്പെട്ടനെ പോയി പിടിക്കണേ? ഇവിടുത്തെ പാമ്പൊക്കെ ഒരു പ്രതീകം മാത്രമാണ്, ഒരു സാങ്കല്പികമാണ്, ഒരു തത്വത്തെ പഠിപ്പിക്കാനുള്ള ഒരു സങ്കല്പം മാത്രമാണ്. അല്ലാതെ 5 തലയുള്ള പാമ്പിനെ ഇന്ന് വരെ നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതൊരു തത്വമാണ്. അല്ലാതെ ആ രൂപത്തിൽ കയറി പിടിച്ച് ആചാരമാണ്. 5 തലയുള്ള പാമ്പുണ്ട്, അത് പണ്ടുണ്ടായിരുന്നു, ദൈവത്തിന്റെ കാലത്തുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളത് ജനിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചില ഭക്തന്മാരുമുണ്ട്. അവരോട് പിന്നെ സംസാരിക്കണമെങ്കിൽ നല്ല ഒന്നാമതിൽ ഓരോ ഒലക്കയും കൊണ്ട് നടക്കണം. മനസ്സിലായില്ലേ? കിട്ടുന്ന വാരി കിട്ടും കാണിച്ചേക്കണം. ചിലരിങ്ങനെ ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ മൂഢത്വം ചേർത്ത് പിടിച്ചിട്ട് അതിന് വേണ്ടി കയറി വാദിക്കും. അങ്ങനെയല്ല. നമ്മൾ ശരിയായ ജ്ഞാനത്തെ ചേർത്ത് വേണം ഈശ്വരചിന്തയിലേക്ക് പോകാൻ. ജ്ഞാനചിന്തയില്ലാത്ത ഒരു ഈശ്വരചിന്തയും സ്വീകരിക്കരുത്. അപ്പോഴേ പറഞ്ഞേക്കണം. നമ്മളിന്ന് ഗോവർദ്ധന ഉദാഹരണം പറഞ്ഞു അല്ലേ? അതുവരെ ഇന്ദ്രനെ പൂജിച്ചു, ഭഗവാൻ പറഞ്ഞു വേണ്ട, അതല്ല ശരി, ഗോവർദ്ധനത്തെ പൂജിച്ചാൽ മതി. ഗോവന്മാർ മാറ്റി ചിന്തിച്ചില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആചാരം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതിനെ ആചാരം എന്ന് പറഞ്ഞ് ചുമക്കരുത്. ആചാരങ്ങൾ കാലത്തിനനുസരിച്ചുണ്ടാകുന്നതാണ്. ആചാരങ്ങൾ എല്ലാ കാലത്തും ശാശ്വതമൊന്നുമല്ല. ആചാരങ്ങൾക്ക് വീണ്ടും വണ്ണം ശരിയായ നിലയിൽ മാറ്റം വരാം. ആചാരങ്ങൾ കാലദേശമാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ ആചാര സങ്കല്പം ആയിരിക്കില്ല നമ്മൾ ഉത്തരേന്ത്യയിൽ പോയാൽ. ആണോ? അല്ല. കാശി വിശ്വനാഥന്റെ അടുത്ത് വരെ പോയി കൊട്ടുപോയതോ? ഇപ്പൊ പിന്നെ കൂടുതൽ തീർത്ഥാടകരായപ്പോൾ അതിനൊരു ചെറിയ കുറവ് വെച്ചിട്ടുണ്ട്. മനസ്സിലായിരുന്നുണ്ടോ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് പഠിച്ച ഏറ്റവും വലിയ ക്ഷേത്രമാണ് അയോധ്യ, ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം. ഇതേ ഹാളിൽ ഇത്രയും രീതിയിലാണ് ഭക്തജനങ്ങൾക്ക് ഒരേ സമയത്ത് നേരെ നടന്നു നിന്ന് തൊഴുതാവുന്ന രീതിയിൽ ഒരു 9 ഈ ഇതായിട്ട് വരിയായിട്ട് നടന്നു പോയി ഒരേ സമയത്ത് അത്ര ലക്ഷം വന്നാലും തൊഴുതു പോകാവുന്ന രീതിയിലാണ് അവിടുത്തെ ശ്രീകോവിലിന്റെ നിർമ്മാണം. ഒരു വലിയ ഹാളാണ്. ആ ഹാളിൽ അല്പം ഉയർന്ന സ്ഥലത്ത് ഭഗവാന്റെ വിഗ്രഹം. വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒഴുകി ഒരു നദി ഒഴുകി വരുന്നത് പോലെ തൊഴുതു പോവാം. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെയാണ്. ഇനി വിഗ്രഹം തന്നെ വേണമെന്ന് ചോദിച്ചാൽ അതുമില്ല. നമ്മളിപ്പോൾ ഈ പ്രയാഗയിൽ നടന്ന കുംഭമേള നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ. ഏറ്റവും കൂടുതൽ ഭക്തർ ഒരുമിച്ച് വന്നതാണ് അല്ലേ? 40 കോടിയിലധികം ജനം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? ഇല്ല. വല്ല ഹോമമുണ്ടോ? ഇല്ല. പൂജയുണ്ടോ? അതൊക്കെ വേറെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത മുകളിൽ ഇങ്ങനെ ത്രിവേണി സംഗമത്തിന് മുകളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് പോവാതിരിക്കാം. പക്ഷേ ഈ ലക്ഷങ്ങൾ മുഴുവൻ ഒഴുകി വരുന്ന എന്താ? കൂർമാവതാരത്തിലെ പാലാഴി മതത്തിന്റെ ആ പുണ്യമായ ആ ഒരു മുഹൂർത്തം 145 വർഷത്തിൽ ഒരിക്കൽ വന്നപ്പോൾ ആ ജലത്തിലൊന്ന് കുളിച്ചാൽ അമൃത സ്നാനം അന്ന് കുളിച്ചു തിരിച്ചുപോയി. ഇതൊക്കെയാണ് ഹിന്ദുവിൻ്റെ ആചാരത്തിൻ്റെ അത്ഭുതമാണ് നമ്മുടെ ആചാരം. അത് മനസ്സിലാക്കാത്തവര് അന്ധവിശ്വാസം എന്ന് പറയും. ഇനി അത് പിന്തുടരുന്നവർ ചിലർ പോലും ശരിയായ പാത സ്വീകരിച്ചില്ലെങ്കിലും ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നവർ അതേ സ്വഭാവം ഇവരും പ്രകടിപ്പിക്കും. അതുകൊണ്ട് 5 തലയുള്ള പാമ്പിന്റെ വിഷമൊന്നും ഇവിടെ വേണ്ട. നമുക്ക് ഇവിടെ അഹങ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷം. ഇതിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ മതി. അഹങ്കാരികൾ അവനവനല്ല അഹങ്കാരം കൊണ്ട് നശിക്കുന്നത്, അവൻ ചുറ്റുമുള്ളവരെ നശിപ്പിക്കും. ഒരു അഹങ്കാരി സമൂഹത്തെ നശിപ്പിക്കും അല്ലേ? ശരിയല്ലേ? അപ്പൊ അതാണ് ഇവിടെ കാര്യം. ശരി, ഇവിടെ ഭഗവാൻ പറഞ്ഞു നീ എന്തായാലും രമണദ്വീപിലേക്ക് പോവുക. അപ്പോൾ ചോദിച്ചു ഗരുഡൻ എന്നെ പിടിക്കില്ലേ? ഭഗവാൻ പറഞ്ഞു എൻ്റെ പാദമുദ്ര ഉള്ളിടത്തോളം കാലം ഗരുഡൻ പോലും നിന്നെ സഹോദരനായി കാണും. കാരണം ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞു, ഭഗവാന്റെ ഭക്തനാണ്. വേണമെങ്കിൽ ഗരുഡൻ നിന്നെ നമസ്കരിക്കുമെന്ന് ഇവിടെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോഴത്തെ കാളിയ ഭക്തിമാരും കാളിയനും കൂടി ഭഗവാനെ നമസ്കരിച്ച് അവിടെ വിട്ടുപോയി. യമുന ശുദ്ധമായി മാറി. ഇതാണ് കാളിയ നടനം. ഇത് കണ്ടപ്പോൾ തന്നെ കംസന്റെ ചാരന്മാര് നേരെ ഓടി കംസനടുത്ത് എന്ന് പറഞ്ഞ കംസ ഏകദേശം 3 ദശരഥാസുരൻ വത്സാസുരൻ അകൻ ബഹൻ
ഇവരെയൊക്കെ തീർത്ഥാടനം ഞങ്ങൾ കണ്ടു. അവൻ ആള് ഗംഭീരമാണ്. അവൻ യമുനാ നദിയുടെ നടുക്ക് നിന്ന് കാളയന്റെ മുകളിൽ നിന്നാടിയ നൃത്തവും ഞങ്ങൾ കണ്ടു. കംസനോട് പറഞ്ഞു, ഒരു പക്ഷേ ഇവൻ തന്നെ ആയിരിക്കും നിന്റെ അന്തകൻ. കംസൻ ചോദിച്ചു, അതെങ്ങനെ? ദേവകിയുടെ പുത്രനല്ലേ, ഇത് യശോദയുടെ പുത്രനല്ലേ? കംസൻ ഇനി അതേ ഉള്ളൂ പ്രശ്നം, മനസ്സിലായില്ലേ? എന്നാൽ കൃഷ്ണൻ കുഴപ്പക്കാരനാണ്. കാര്യം ഇങ്ങനെ ഒരുത്തം വളർന്നു വന്നാൽ താളെ തനിക്കും അവൻ ശത്രുവായി വന്നാലോ എന്നൊരു പേടിയുണ്ട്. പക്ഷെ ദേവകിയുടെ പുത്രനാണെന്നുള്ളത് അങ്ങോട്ടൊരു പരസ്പരം യോജിക്കുന്നില്ല. അപ്പൊ ഇതാണ് കാളിയാണ്. ഈ കാളിയ നടനെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്, നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ കാളിയ നടനെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പറഞ്ഞു 5 തലയുള്ള പാമ്പെന്നൊക്കെ പറഞ്ഞു അല്ലേ, 2 പത്നിമാരുണ്ട് എന്നും പറഞ്ഞു, കാളുന്തിയിൽ വസിച്ചു എന്ന് പറഞ്ഞു, വിഷം പടർന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ കാളുന്തി എന്ന് പറയുന്നത്, യമുന എന്ന് പറയുന്നത് ഭഗവാനെ ആശ്രയിച്ച് ഭൂമിയിലേക്ക് വന്നതല്ലേ അല്ലേ? അതുപോലെ നമ്മളും ഒക്കെ ഭഗവാനെ ആശ്രയിക്കുന്ന ജീവനാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ യമുനയെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു നദി ഒഴുകുന്നു, നദി എല്ലായിടത്തും ഒരുപോലെയാണ് ഒഴുകുന്നത് ആണോ? ചിലയിടത്ത് വികസിച്ചൊഴുകും, ചിലയിടത്ത് ശാന്തമായിരിക്കും, ചിലയിടത്ത് ഉഗ്രരൂപമായിരിക്കും, ചിലയിടത്ത് ചുഴികളുണ്ടാവും, ചിലയിടത്ത് ചാട്ടം ഉണ്ടാവും അല്ലേ? ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതവും? എപ്പോഴും ഒരുപോലെയാണ്. പല സമയത്തും മാറും. ചെറിയൊരു വാർത്ത വന്നാൽ മതി, നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷം മുഴുവൻ പോവില്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ വിചാരിക്കും എന്തൊരു ഭാഗ്യം, ഭഗവാന്റെ ഭാഗമൊക്കെ കേട്ടിരിക്കാൻ എന്നോ സന്തോഷത്തിൽ ഇരിക്കുക. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്ന അമ്മ, പെട്ടെന്ന് വാ, ഇന്നലെ അടുത്ത ലോട്ടറി അടിച്ച് 5 കോടിയുണ്ട്, ഇപ്പൊ ലോട്ടറി കൊണ്ട് കൊടുക്കണം, പിന്നെ ഇരിക്കുമോ ഭഗവാനെ കേൾക്കും? മനസ്സിലായില്ലേ? അപ്പോഴേ അടുത്ത ഭാവത്തിലേക്ക് ചാടും. നേരെ വീട്ടിൽ ചെന്നപ്പോഴാണ് ലോട്ടറി തന്ന ആളെ വിളിച്ചു പറഞ്ഞ, അയ്യോ ചേച്ചി ക്ഷമിക്കണം, ആദ്യത്തെ ഒരു നമ്പര് മാറിപ്പോയി. അപ്പൊ ഇവിടുന്ന് പോയ സന്തോഷവും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ ബലൂണും ഒക്കെ വീട്ടിൽ ചെന്ന് പൊട്ടി. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നാൽ കണ്ടവരൊക്കെ ഇത് കളിയാക്കി, നാണക്കേട്. ഇന്നന്ന് മാത്രമല്ല, മറ്റൊരു 1 വർഷക്കാലം പിന്നെ പുറത്തോട്ട് നടക്കത്തില്ല. കാര്യം പോയപ്പോൾ എല്ലാവർക്കും പറഞ്ഞിട്ടാണ് ഓടിയത്. ഇതൊക്കെ അനുഭവം അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ജീവിതം. ഈ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കലങ്ങി മറിഞ്ഞ് ശാന്തമായും രൗദ്രമായും ഒക്കെ പ്രവഹിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു സർപ്പമുണ്ട്, 5 തലയുള്ളൊരു പാമ്പ്. ഏതാ? പഞ്ചേന്ദ്രിയങ്ങൾ. നിയന്ത്രണമില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ ഉടലെന്ന് പറഞ്ഞാൽ മനസ്സുമാണ്. മനസ്സിടയ്ക്കിടയ്ക്ക് ഈശ്വരനെ ചുറ്റി വരിക, ഇല്ലാതാക്കാൻ നോക്കും. മനസ്സിലായില്ലേ? മറ്റു പലതിൻ്റെയും പുറകെ പോകും. എക്കം കേൾക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഉടനെ പറഞ്ഞാൽ നമുക്കൊരു അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? മനസ്സിടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തൂടെ വരുന്ന ആളിൻ്റെ സാരിയുടെ നിറം കണ്ടു, മനസ്സുടനെ ചുറ്റി വരിഞ്ഞു, ഭഗവാനെ ഇല്ലാതാക്കി സാരിയുടെ പുറകിൽ തുണിക്കടയിൽ വരെ കൊണ്ടുപോകും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമുക്ക് ശത്രുത ഉള്ള ഒരാൾ മുമ്പിൽ കൂടെ പോകുന്നത്, ഉടനെ അവൻ്റെ മൂക്കാമണ്ടയ്ക്ക് ഇടിക്കാൻ അവൻ്റെ പുറകിൽ പോകും. അവൻ അടുത്ത് നിൽക്കുക, പക്ഷെ നമ്മൾ അവനെ 10 വർഷം മുമ്പ് അവനെ വെല്ലുവിളിച്ചത് ഓർമ്മയിൽ വന്ന് മനസ്സവിടെ വരിഞ്ഞ് മുറുക്കും. ഇങ്ങനെ ചുറ്റി വരിഞ്ഞില്ലാതാക്കാൻ ശ്രമിക്കും. ആ സമയത്ത് അതിൻ്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്യണം? ശക്തി, ഭഗവാന്റെ ഭാവത്തെ ആർജിച്ച് അതിനെ മോചിപ്പിക്കണം. ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ശിരസിൽ ഭഗവാന്റെ പാദമുദ്ര പതിയണം എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രിയ വിഷയങ്ങളെ ശുദ്ധീകരിക്കണം. കണ്ണുകൊണ്ട് കാണാനുള്ളതാണ്, പക്ഷെ നാട്ടിലുള്ള എല്ലാം കാണാൻ കണ്ടുപോയാലുള്ളത് ശരിയാണോ? ആണോ? മനസ്സിലായില്ലേ? അപ്പൊ കാണേണ്ടത് കാണേണ്ടാത്തതും ഉണ്ട് അല്ലേ? അതിനെ തിരിച്ചറിയണം. അതാണ് കാത് കേൾക്കാനുള്ളത്, നല്ലതുകൊണ്ട് മോശമായതുകൊണ്ട്. മോശമായതിൻ്റെ പുറകിൽ പോയാൽ എന്ത് സംഭവിക്കും? അത് വിഷമയമായി മാറും. നാവ് രുചിക്കാനുള്ളത് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത രുചിയുടെ പുറകിൽ പോകാൻ പാടുള്ളൂ ഇല്ല. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതാണ് ഭഗവാന്റെ നടനമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അഹങ്കാരം ഇല്ലാണ്ടാവും. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഹങ്കാരം പുറത്തേക്ക് പോകും. അതാണ് വിഷമില്ലാതായത്. അല്ലാതെ വെള്ളത്തിൽ കലർന്ന വിഷം മുഴുവൻ തിരിച്ച് കാളിനെടുത്തോ? എടുത്തില്ല. ആ വിഷം ഇല്ലാതാച്ചാൽ കാളിയെ ശുദ്ധനായി, അഹങ്കാരം വിട്ടകന്നു. അപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരം പോയാൽ നമ്മുടെ ജീവിതം ശുദ്ധമായി മാറും. ഇനി കാളിയ പത്നിമാർ വന്നെന്ന് പറഞ്ഞില്ലേ? അഹങ്കാരത്തിനോടൊപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളോടൊപ്പം 2 പേരെപ്പോഴും പത്നിമാരെ പോലെ ചേർന്ന് നടക്കും. പത്നിമാരെ വെച്ചാൽ കൂടെയുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. രാഗവും ദേശവുമാണ്. ഈ രാഗദേശങ്ങൾ ഭഗവാന്റെ മുമ്പിൽ കീഴടങ്ങി. അവർ പറഞ്ഞു, രാഗം പറഞ്ഞു ഭഗവാനെ നീ എന്നെ നിന്റെ രാഗമാക്കി മാറ്റിക്കോ. ദേശം പറഞ്ഞു ഭഗവാനെ ആ ദേശത്തെ നീ ശമിപ്പിച്ച് നിന്നെ ചേർക്കാൻ പറഞ്ഞു. അതോടുകൂടി ഇവർ 3 ഭഗവാനിലേക്ക് ലയിച്ചു, ഭക്തന്മാരായി. അങ്ങനെ കാളിയ നടനം പഞ്ചേന്ദ്രിയ നിയന്ത്രണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കർമ്മമാണ്
ഭക്തിമാർഗത്തിൽ പഞ്ചേന്ദ്രിയ നിയന്ത്രണം. ഇതിനുള്ളൊരു പരിശീലനം നമ്മുടെ പൂർവികന്മാർ എല്ലാ ദിവസവും ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. ഏതാ പരിശീലനം? എല്ലാ ദിവസവും അനുഷ്ഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദീപാരാധന എന്ന കർമ്മം. ദീപാരാധന ഭഗവാന് വേണ്ടിയല്ല. ആണോ? ദീപാരാധന ഭഗവാന് വേണ്ടിയല്ല, ഭഗവാനെ ആശ്രയിക്കുന്ന നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന 50 രൂപയുടെ എണ്ണയുടെ തിരിയുടെ വെട്ടം വേണോ ഭഗവാനെ പുറലോകം കാണാൻ? നമ്മൾ കത്തിക്കുന്ന കർപ്പൂരം വേണോ? ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെതാണ് അല്ലേ? ആണോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വജീവജാലങ്ങളെയും പരിശോഭിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന, സ്വയം പ്രകാശിതമായിരിക്കുന്നവനാണ് ഈശ്വരൻ അല്ലേ? ആ ഈശ്വരനെ സാക്ഷിയാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉയർത്താനാണ് ദീപാരാധന. അവിടെ ഈ പഞ്ചേന്ദ്രിയ നിയന്ത്രണമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ദീപാരാധന ഉണ്ടാവും. തിരുവുത്സവം വന്നാലും മാറ്റം ഉണ്ടാവില്ല. ദീപാരാധന ഉണ്ടോ? എന്താ അവിടെ പഞ്ചേന്ദ്രിയ നിയന്ത്രണം? എങ്ങനെയാ? അവിടെ നാദം, മേളങ്ങൾ അല്ലേ? നാദസ്വരം, മണിനാദം, ശംഖ്, ഇതൊക്കെ കാതിനുള്ള നിയന്ത്രണം. കാത് ഈ സമയത്ത് പുറത്തേക്ക് പോകില്ല. മനസ്സിലായില്ലേ? ഇനി കണ്ണിനുള്ള നിയന്ത്രണമാണ് രൂപം, നിലവിളക്ക്, അതിലെ തിരികളൊക്കെ കണ്ണിനുള്ളതാണ്. അവിടെ കുമിഞ്ചാൻ, ചന്ദനത്തിരി, പൂവിൻ്റെ സുഗന്ധം മൂക്കിനുള്ളതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ക്ഷേത്രം അടച്ചു തുറക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ അകത്ത് അടച്ചിരിക്കുന്ന സമയത്ത് ദീപം ജ്വലിപ്പിക്കുമ്പോൾ അവിടുത്തെ വായു ചൂടാവും. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, വായു വികസിക്കും. വികസിക്കുന്ന വായുവിന് പുറത്തോട്ട് വരാൻ സാധിക്കത്തില്ല. എന്താ? വാതിലടഞ്ഞിരിക്കുന്നുണ്ട്. അത് അന്നേരമാണ് ഈ വികസിച്ച് കഴിയുമ്പോൾ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഈ വായു അതിശക്തമായി ഈ വാതിലൂടെ മുന്നിലേക്ക് വരും, അത് പ്രവഹിക്കും. നമ്മൾ ഈ തോക്കിൻ്റെയൊക്കെ സിദ്ധാന്തമില്ല, അത് തന്നെയാണ് നടക്കുന്നത്. വായുവിൻ്റെ പ്രവാഹത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ക്ഷേത്രം അടഞ്ഞു നിന്ന് തൊഴുതെന്ന് പറയുന്നത്. കാര്യം എന്താ? എനിക്ക് മാത്രം മതി എന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും കൂടി കൊടുക്കണം. എനിക്ക് മാത്രം മതി എന്ന് വിചാരിക്കുന്നവൻ അസുരൻ്റെ സ്വഭാവമുള്ളവനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ അസുരൻ്റെ സ്വഭാവത്തിൽ നിന്നാൽ ആ ദുർഗുണം വർദ്ധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അടഞ്ഞു നിൽക്കരുത്. എല്ലാവരിലേക്കും ചൈതന്യം വരും. അത് ത്വക്കിലേക്ക് വന്ന പഞ്ചേന്ദ്രിയങ്ങൾ വന്നാൽ ഇനി അടുത്തൊരു ഇന്ദ്രിയുണ്ട്. ദൈവം വിചാരിച്ചാലും നേരെയാക്കാൻ പറ്റില്ല. നാക്ക്. അത് നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റും. അതിനാണ് നാമം ജപിക്കാൻ പറയുന്നത്. മനസ്സിലായില്ലേ? നാമം ജപിക്കുമ്പോൾ നാക്ക് നിയന്ത്രിക്കപ്പെട്ടു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനിൽ ഉറപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് കാളയമർദ്ദനത്തിൻ്റെ ഒരു ലഘു പതിപ്പാണ് നമ്മുടെ ദീപാരാധന എന്ന കർമ്മം കൂടി എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി നമ്മുടെ തൊട്ടു പുറകിലുള്ള ഒരു ലീല എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതും കൂടി ഒന്ന് പറയാം. കാര്യം പിന്നീട് സമയം കിട്ടാനുള്ള പ്രയാസം